അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന വാലും ചുരുട്ടി മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് ഇനിയിപ്പോ ഞാൻ എന്ത് പറയാനാണ്? ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതാണ്. പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. ആ മുഖ്യമന്ത്രിക്ക് പറയാനാണെങ്കിൽ കടക്ക് പുറത്തെന്നും കുലംകുത്തിയെന്നും പരനാറി എന്നൊക്കെ വിളിക്കാനേ, നികൃഷ്ട ജീവി എന്നൊക്കെ വിളിക്കാനേ ഈ മുഖ്യമന്ത്രിക്ക് അറിയുള്ളൂ. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. വാ തുറന്ന് അതുപോലുള്ള വാക്കുകളെ വരുള്ളൂ. മഴയെ കുറിച്ച് ചോദിച്ചാൽ നിയമസഭയ്ക്കകത്ത് പൊട്ടിത്തെറിക്കാനേ അയാൾക്ക് അറിയുള്ളൂ. അയാൾക്ക് വേറെ ഒന്നും അറിയില്ല. പോയ ബലൂൺ, പല്ല് പോയ സിംഹം, തൊപ്പി പോയ പോലീസുകാരൻ, ഇത് മൂന്നും ഒരുപോലെന്ന ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. ആരും വില തരില്ല. ബിജു ഇന്ത്യയിലുള്ള കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഇന്ത്യയിൽ 3 സ്ഥലത്തുണ്ടായിരുന്നല്ലോ CPM. അതിലിപ്പോ പശ്ചിമ ബംഗാൾ 35 വർഷമാണല്ലോ ഭരിച്ചത്. പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വത്തോ? പോളണ്ട് എന്ന് ഉച്ചരിച്ചാലുണ്ടല്ലോ, ഉച്ചരിച്ചെന്തി ഭരിച്ചിട്ടിപ്പോ 3 തെരഞ്ഞെടുപ്പ് വീണ്ടും തോറ്റില്ലേ പശ്ചിമ ബംഗാളില്? ത്രിപുരയിൽ എവിടെയുണ്ട്? ത്രിപുരയിൽ കഴിഞ്ഞ ദിവസം CPM-ന്റെ സിറ്റിംഗ് സീറ്റ് എന്ന് പറഞ്ഞ ബോക്സ നഗറിൽ നടത്തിയ തെരഞ്ഞെടുപ്പിൽ CPM-ന് കെട്ടിവെച്ച കാശ് പോയി, അറിയാമോ? ആ തേണ്ടി RDP-യുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? പതിറ്റാണ്ടുകൾ ഭരിച്ച ത്രിപുരയിൽ സിറ്റിംഗ് സീറ്റിൽ വെറും 3000 വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ CPM-ന്. കേരളത്തിൽ 20 മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലാണ് ജയിച്ചത്. ആ നിങ്ങളാണ് കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത്. കോൺഗ്രസ് 5 സംസ്ഥാനത്ത് ഭരിക്കുന്നുണ്ട് ഇന്ത്യയില്. കോൺഗ്രസ് 5 സംസ്ഥാനത്ത് ഇന്ത്യയിൽ ഭരിക്കുന്നുണ്ട്. നിങ്ങളുടെ പാർട്ടി എവിടെയുണ്ട്? നിങ്ങളുടെ പാർട്ടി ഇന്ത്യയിൽ എവിടെയുണ്ട്? ഇതാണ് എന്റെ ചോദ്യം. മുഖ്യമന്ത്രിയോടൊപ്പം അദ്ദേഹത്തിന് വണ്ടിയിൽ യാത്ര ചെയ്ത് അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ എന്ത് വിവരം കേട്ട വർത്താനം പറഞ്ഞത്? നിങ്ങൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറ. നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങളുടെ സ്വന്തം പിതാവിനെ വിളിച്ചാൽ മതി. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. എടോ എന്ന് നിങ്ങളുടെ പിതാവിനെ പോയി വിളിച്ചാൽ മതി. നിങ്ങളുടെ പിതാവിനെ വിളിച്ചാൽ മതി. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.